ഷോപ്പിംഗ് കഴിഞ്ഞോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഞങ്ങളിപ്പം കോട്ടയത്തുള്ള നർമ്മദ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. കോട്ടയത്തുള്ള എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഷീമാട്ടിയുടെ ഒക്കെ അടുത്തായിട്ട് വരും. കറക്റ്റ് ടൗണിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഞാനും അമ്മയും അമ്മയുടെ ഒരു ഫ്രണ്ടും കൂടെ കുറേ നാളായി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട്. അപ്പം ഒന്ന് ജസ്റ്റ് അമ്മയ്ക്ക് കുറച്ച് വീട്ടിലിരുന്ന് കുറച്ച് നൈറ്റിയും കുറച്ച് ചുരിദാറും ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അമ്മയും ചേച്ചിയും കൂട്ടി ഞങ്ങളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പം നൈറ്റിയൊക്കെ നോക്കുന്നത് കേട്ടോ. നമ്മൾ വീട്ടിൽ ഇടാൻ പറ്റിയ കോട്ടൺ ടൈപ്പ് നൈറ്റീസൊക്കെയാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഓണമാകുമ്പോൾ ഒന്നും കൂടെ കുറച്ചുകൂടെ കളക്ഷൻസ് വരും. ഇതിപ്പോൾ ഒരു 500 ആ ഒരു റേഞ്ചിൻ്റെയൊക്കെ നൈറ്റിയാണ്. കോട്ടൺ ആണ്. ഒരുപാട് പല പല കളറും സൈസും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തന്നെ പോയത്. പിന്നെ വീട്ടിൽ ഇടാൻ പറ്റിയ ഡ്രസ്സസൊക്കെ എനിക്ക് ഒന്ന് കോട്ടയത്ത് നർമ്മദയിൽ പോയാൽ അത്യാവശ്യമുണ്ട്. ബാക്കിയുള്ള ഷോപ്പൊക്കെ വെച്ച് നോക്കുമ്പം നർമ്മദയിലാണ് നമുക്ക് ഒരുപാട്, ഇപ്പം നമുക്ക് പറ്റിയതാണേലും നൈറ്റി ആണേലും അങ്ങനത്തെ ഒരുപാട് ഡ്രസ്സൊക്കെ നർമ്മദയിലുണ്ട്. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് തന്നെ പോയത്. വെച്ചോ, നല്ല ബ്ലാക്ക് ആണേലും നല്ല. അമ്മ അതെടുത്തോ അമ്മ, നീല നല്ല. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഇടുവാണെങ്കിൽ തെളിച്ചോണ്ട്. ആ, അത് രണ്ടും എടുത്തല്ലേ? അല്ല, അത് മാറ്റി വെച്ച്. നീല കൊള്ളാം, നല്ല. അത് നല്ല അല്ലേ? ഈ നീലയായിരുന്നു എനിക്കിഷ്ടം. ഞാൻ ഒരു തെളിച്ചം കിട്ടും ഫേസിന്. അതും കൊള്ളാം. ഇത് എത്രയാ ചേച്ചി? 450. അമ്മ ഇതിങ്ങനെ വരുമ്പോ കറക്റ്റ് അല്ലേ വണ്ണമൊക്കെ? ഒരെണ്ണം ഒന്ന് ഇട്ട് നമുക്ക് സൈസൊക്കെ കറക്റ്റ് ചെയ്ത് ഇവർ തന്നെ തരും, ഓൾട്ടറേഷനൊക്കെ. അപ്പം നമ്മൾ ബാക്കി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും അതും അവരെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നർമ്മദയിൽ പോയാൽ കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഒത്തിരി കളക്ഷൻസൊക്കെ നോക്കി. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ട. എന്നാൽ ചേച്ചി ഇടുന്ന എല്ലാം നല്ല കളക്ഷൻസ് ആയിരുന്നു. ഒരുപാട് സൈസും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ സൈസും അവൈലബിൾ ആയിരുന്നു. അപ്പം നമുക്ക് പാകത്തിനുള്ള എടുക്കാനും പറ്റി. പിന്നെ ഞാൻ അവിടെ ഹാങ്ങേഴ്സിൽ ഇട്ടേക്കുന്ന കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കി. ലോങ് ഫ്രോക്കായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ഇടാൻ പറ്റിയത്. അതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എടുത്തില്ല. ഞാൻ കുറച്ച് നൈറ്റ് ഡ്രസ്സൊക്കെ നോക്കി. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഓണമൊക്കെ ആകുമ്പോൾ ഒരുപാട് കളക്ഷൻസ് വരും. അപ്പം നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്നുകൂടെ ഒരു വ്ളോഗ് എടുക്കാം, ഒരുപാട് പുതിയ കളക്ഷൻസിൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്ലൂ നൈറ്റ് ഡ്രസ്സ് നോക്കിയിട്ട് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സെറ്റായിട്ട് വരുന്നതാണ്. ഒരു നേവി ബ്ലൂ കളർ വരും, പാൻറ്റും ടീഷർട്ടും കൂടെ. അപ്പോൾ അതെനിക്കിഷ്ടമായി. പിന്നെ നമ്മളിപ്പോൾ എടുത്തതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളറും കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ഈ കോളറുള്ള വലിയ താല്പര്യമില്ല വീട്ടിൽ കൂടി ഇടാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ കോളർ ഇല്ലാത്ത നോക്കി നടക്കുന്നത്. നമ്മൾ പിന്നെ എന്ത് പോയി അവിടെ ചോദിച്ചാൽ ആ ഷോപ്പിലുണ്ട് കേട്ടോ. വേറെ ഏത് ഷോപ്പിലെക്കാട്ടിലും അവിടെ എന്ത് ചോദിച്ചാലും ആ ഷോപ്പിലുണ്ട് ഡ്രസ്സിൻ്റെ പല പല ടൈപ്പിലുള്ള. പിന്നെ ഞാനൊരു ബനിയൻ ടൈപ്പുള്ള വീട്ടിൽ ഇടാൻ പറ്റിയൊരു പാൻറ്റും ടീഷർട്ടും കൂടെ നോക്കണം. അതും നല്ല കളറും നല്ല കളർ കോമ്പിനേഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും രണ്ടും കൂടെ ഒരുമിച്ചായതുകൊണ്ട് ഒരു 600 സംതിങ് ആ ഒരു റേഞ്ചൊക്കെ വരും രണ്ടിനും കൂടെ. അതും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആ, കണ്ട് ആ, ഇതിനാണ് 200 സംതിങ് ആണ്. 90. ആ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫ്ലോറിൽ നമുക്ക് വീട്ടിലിടാൻ പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സസും ഉണ്ട് കേട്ടോ. ഗേൾസിനും ഈവൻ അമ്മമാർക്ക് വന്ന നൈറ്റിയും അതുപോലെ സ്കേർട്സും എല്ലാ ടൈപ്പ് ഉണ്ട്. ഓൾ ടൈപ്പ് ഓഫ് ഡ്രസ്സസും ഉണ്ട് ഈ ഒരു ഫ്ലോറിൽ തന്നെ. പിന്നെ വിൻ്റർ സീസൺ ഇടാൻ പറ്റിയ ഡ്രസ്സസിൻ്റെ കളക്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ പണ്ട് തൊട്ടേ ഇവിടെ വരുന്നതല്ലേ. ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും വരുന്നൊരു ഷോപ്പാട്ടോ നർമ്മദ എന്നുള്ള. കാരണം എന്നാണെന്നറിയാം, ഇപ്പോൾ ഡെയിലി യൂസിന് പറ്റും ഒരുപാട് ഡ്രസ്സ് കിട്ടും, മെറ്റീരിയൽസും കിട്ടും, വീട്ടിടാനുള്ളതും ഒക്കെ കിട്ടും ചെറിയ വിലക്കൊക്കെ. അപ്പോൾ നമുക്ക് ഞങ്ങൾ കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ ഫ്രണ്ട്സായിട്ട് അപ്പോൾ ഇപ്പോഴും ഇങ്ങോട്ടങ്ങ് പോരും. കോളേജിൻ്റെ അടുത്താണ്, കോട്ടയത്ത് തന്നെ സെൻട്രലിൽ ഇരിക്കുന്ന കാരണം.
ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. വേറെ ഏത് ഷോപ്പ് ഉണ്ടെങ്കിലും ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ബാക്കിലിരിക്കുന്ന എല്ലാം ഫുള്ള് മെറ്റീരിയൽസാണ്. അതുപോലെ നമുക്ക് മാരേജിനാണെങ്കിലും ഒക്കെ ബ്ലൗസിൻ്റെ അറ്റത്ത് പിടിപ്പിക്കാനുള്ള മറ്റേ ലേസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കോഫിയൊക്കെ കുടിച്ച് ആ ഫ്ലോറിലെ പർച്ചേസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മേളത്തെ ഫ്ലോറിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ എടുത്ത നൈറ്റിക്കൊക്കെ കുറച്ച് സ്കേർട്ടൊക്കെ നോക്കാൻ വേണ്ടി. അത് സാരിയുടെ സെക്ഷനിലായിരിക്കുന്നത്. സാരിയും അവിടെ ചെന്ന് എന്താ പറയുന്നത്, എപ്പോഴും എല്ലാ ഷോപ്പിലും ഉള്ള പോലെ സിൽക്ക് സാരി, കോട്ടൺ സാരിയും ബനാറസിയും സോഫ്റ്റ് സിൽക്കും എല്ലാം ഉണ്ട്. നമുക്ക് ഈ കടയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ. ആ ബഡ്ജറ്റിന് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കി വേറെ ഏത് ഷോപ്പിൽ ചെന്നാലും കുറച്ച് വിലയൊക്കെ കൂടുതലായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പിലുള്ള ഡ്രസ്സും അവൈലബിൾ ആണ്. അതാണ് ഈ കടയുടെ ഒരു അഡ്വാൻറ്റേജ്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാനും പറ്റും. അപ്പോൾ നമ്മളവിടെ സ്കേർട്ടും എടുത്തു. ഇപ്പം ഏറ്റവും താഴത്തെ ഫ്ലോറിൽ വന്നേക്കുവാണ്. അവിടെ കുർത്തീസിൻ്റെ ഫുൾ സെറ്റായിട്ട് ഇരിക്കുന്നതും മെറ്റീരിയലും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇതാണ്ട് മെറ്റീരിയലാണ് ഫുള്ള്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാമെന്നാണ്. വൈറ്റിൻ്റെ പല പല ഡിസൈൻസ് വരുന്ന ഒരു ഫുൾ കോമ്പിനേഷൻ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ അവിടെ ഇരിക്കുന്നതാണ്. ഓണത്തിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു. അപ്പം അമ്മയ്ക്കായതുകൊണ്ട് ലൈറ്റ് കളേഴ്സാണ് നോക്കുന്നത്. സൽവാർ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ. അമ്മയ്ക്ക് ഒരുപാട് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള കുറച്ച് സൽവാറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. വൈറ്റിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ട കേട്ടോ. ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്ന നല്ല ഭംഗിയായിരുന്നു. ഗൗണൊക്കെ തയ്പ്പിച്ചാൽ നല്ലതായിരിക്കും. അതിൻ്റെ ബ്രൊക്കേഡ് ടൈപ്പ് വരുന്ന കുറേ മെറ്റീരിയൽ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇരിക്കുന്നു. ഇതെല്ലാം പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഓണത്തോടനുബന്ധിച്ച് വന്ന കുറച്ച് കളക്ഷൻസാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പം ഞങ്ങളുടെയൊക്കെ ഡെയിലി യൂസ് ഫുള്ളി നർമ്മദയിൽ നിന്നായിരുന്നു. എൻ്റെ നല്ല ഒട്ടുമിക്ക പിള്ളേരുടെ ഇവിടെ നിന്നായിരുന്നു. നമുക്ക് അങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഫുള്ള് എന്താ പറയുക, എപ്പോൾ ഏത് ഫാഷൻ ഇറങ്ങിയാലും അന്നേരം നർമ്മദ ചെന്ന് നോക്കി ആ മെറ്റീരിയൽ കിട്ടും. ഇതെല്ലാം ഓരോ മെറ്റീരിയൽസ് ഓരോരുത്തർ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് തയ്പ്പിക്കാനൊക്കെ അവിടെ കൂടുതലും ആൾക്കാർ വരുന്ന മെറ്റീരിയൽ ഒരുപാട് അവൈലബിൾ ആണ്. അതുപോലെ അവിടെ ഡിസൈനേഴ്സും ഉണ്ട്. നമുക്ക് അവർ പറഞ്ഞു തരും എന്ത് ഡ്രസ്സാണ് തയ്ക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഐഡിയ ഒക്കെ ഉണ്ട്. അവർ ഫുള്ളായിട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും ഏത് ടൈപ്പ് മെറ്റീരിയൽ എടുക്കേണ്ടതെന്നുമല്ല. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജാണ്. ആ റോസാ നല്ല ഒന്നുകൂടെ. ഇത് കൊള്ളാതെ നല്ല കൊള്ളാം. ഇനി ഏതാ എടുത്ത്? മറ്റേത് ഞങ്ങൾ ഇതെടുക്കും. ആ ബ്ലൂ കൊള്ളാല്ലേ? ഇത് കൊള്ളാൻ നല്ല വശം. ഇതെടുത്തോ, ഇത് നല്ലതായിട്ടാ. ഇതിന്റെ ഷോൾ എടുത്തില്ലേ? ഷോള് ഷോള് നല്ല ക്രീം റെഡ് നല്ല. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിലും നല്ലതാണ് അല്ല? വേണ്ട
തയ്ക്കണ്ടല്ല. ഇതാണോ നല്ല? ഇതാണോ നല്ല? ഏതാണ് നല്ലത്? ഇതാന്ന് തോന്നുന്നല്ലേ? ഇതാണോ നല്ലത്? ഇതിൻ്റെ ഒന്നും പോകാനൊന്നും ഇല്ല. ത്രെഡ് വർക്കാ മൊത്തം. ഇല്ലാത്ത കളറുമല്ലേ? എന്നാ ഇത് മതി. ഈ ഷോളിനേക്കാൾ ഇത് ബോഡി ഫുൾ ഇല്ല കേട്ടോ. അതില്ല. ഷോള് നല്ലതാണ്. ഒന്നുകൂടെ സോഫ്റ്റാണ്. ഇത് കഴുകുമ്പോൾ പോകുന്നതാണോ? ഇല്ല, അത് അതിന്റെ നൂലാവും. അല്ല, നൂലല്ല, ഇതിന്റെ സ്റ്റഫേ കണ്ടിട്ട്. ഇത് വേണ്ടില്ലേ? ഏതാണ് ഇഷ്ടമുള്ള ഇതും അതും രണ്ടെണ്ണം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇഷ്ടമുള്ള. ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഏകദേശം ഒന്ന് മാറിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഫുള്ള് നനഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അവിടുത്തെ പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ പോയി കേട്ടോ. ഞാനും കണ്ണച്ചേട്ടനും എപ്പോഴും പോകുന്ന റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി ഒരു മെക്സിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കി. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ വീട്ടിൽ പോയി ഡ്രസ്സസൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ മേടിച്ച സാധനം ഒത്തുണ്ട്. അപ്പം അത് സ്കൂബിയായിരുന്നു കരയുന്നത്. അകത്തിട്ട് പൂട്ടിയേച്ച് പോയതിൻ്റെ ബഹളമായി കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര വർഷം കൂടിയാണ് ഇത്രയും വലിയ ഷോപ്പിംഗ് നടന്നു? 1 വർഷം, 2 വർഷമായില്ലേ? 1.5 വർഷമൊക്കെ ആയി. 1.5 വർഷം. എൻ്റെ കല്യാണത്തിന് എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്തായിരുന്നു. കല്യാണത്തിന് കൊടുക്കാൻ അമ്മയ്ക്കൊരു സാരി എടുത്തു. അല്ലാതെ ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ മേടിച്ചു കൊടുത്തിട്ട് എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് 2 വർഷമായി അമ്മയ്ക്ക് ഇങ്ങനെ മേടിച്ചു കൊടുത്തിട്ട് ഞാൻ എൻ്റെ ജോലി പോയായിരുന്നു. അപ്പോൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല അല്ലേ. അതുപോലെ ഞാൻ പൊന്നു പോലെ കൊണ്ടുവരുന്നോണ്ടിരുന്ന ആളാ. പിന്നെ ജോലിയൊക്കെ പോയപ്പോൾ വെള്ളി പോലെയായി. കാരണം ജോലി ഉള്ളപ്പോൾ ഞാൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കായിരുന്നു. ജോലി പോയപ്പോൾ പിന്നെ എൻ്റെ ആഫീസ് കൂട്ടി. ഇത്രയും ഭാഗത്തുള്ള വലിയ തള്ളി പറയുക അതൊക്കെ കുറച്ചല്ല. അപ്പോൾ വാങ്ങിച്ച നോക്കാതെ. ഇതാണ് നമ്മൾ ആദ്യം നോക്കിയില്ലേ നൈറ്റി, അതൊക്കെയാണ് മേടിച്ച്. ഒന്ന് ഇത് കിട്ടും. ഇതിനൊക്കെ 450 ഒക്കെ ഉള്ളല്ലേ? 500 പോലും ഇല്ല. പല വിലയാണ്, പക്ഷെ 500 പോലും ഇല്ല. എന്നാ സ്കൂബി ബഹളമായി. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈറ്റി. ഇതിടുമ്പം തെളിച്ചുകൊണ്ടാണ്. അങ്ങനത്തെ കളേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഓട്ടോമാറ്റിക്കലി ഫേസിന് ഒരു ബ്രൈറ്റ്നെസ്. അതിൻ്റെ സെലക്ഷൻ അല്ല എപ്പോഴും എല്ലാം എടുക്കത്തിരുന്നു. ഇത് അടുത്ത നൈറ്റി. നമ്മുടെ എപ്പോഴും കോട്ടയത്തുള്ള എല്ലാവർക്കും അറിയാം, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. നമുക്ക് എങ്ങനത്തെ വേണേലും അവിടെ ചെന്നാൽ കിട്ടും. കൂടിയ വിലയ്ക്ക് വേണേലും കുറഞ്ഞ വിലയ്ക്ക് വേണേലും മീഡിയം വിലയ്ക്ക് വേണേലും എല്ലാം അവിടെ ഉണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഈ ലേസ് പോലത്തെ മെറ്റീരിയലും നമുക്ക് ഫ്രോക്ക് തയ്ക്കാനും ഗൗൺ തയ്ക്കാനും. ഞാൻ ഓരോന്ന് പറയുന്ന അനുസരിച്ച് സ്കൂബി അവിടെ കരഞ്ഞോണ്ടിരിക്കുക. ഇനി പിണക്കം പറ്റുന്ന വൈകിട്ട് പിണക്കം പറ്റുക. ഇതാണ് അടുത്ത നൈറ്റി വാങ്ങിച്ചത്. ഇതെല്ലാം കോട്ടൺ ടൈപ്പ് അല്ലേ? മോളെടുക്കുന്ന എല്ലാം എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മോഡൽ സെലക്ഷൻ ആണ്. ഇത് 450 റുപ്പീസ്. എല്ലാം ആ ഒരു റേറ്റിനേ ഉള്ളൂ. പിന്നെ ഞാനവിടെ നൈറ്റ് ഡ്രസ്സ് കണ്ടായിരുന്നേ. അപ്പം ഞാൻ അത് മേടിച്ചു. ഒന്നത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതില്ലാത്തൊരു വീട്ടിൽ ഇടാനില്ലാത്തൊരു കളറായിരുന്നു, ഈ ഒരു പച്ച കളർ. ഇതിൻ്റെ റേറ്റ് എത്ര? ഇത് രണ്ടും കൂടെ ഇത് രണ്ടും കൂടെ വരുന്നതാണ്. അപ്പോൾ 800 അടുത്ത് വന്നിട്ടുണ്ട്. ബ്ലാക്ക് കളർ അതിൻ്റെ നൈറ്റ് സ്യൂട്ട്. പിന്നെ ഇത് ഒരു സെറ്റായിട്ട് വരുന്നതാണ്. ഒരു നേവി ബ്ലൂ കളർ വരുന്നത്. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പല കളറിലുള്ള. ഇത് തന്നെ പാൻറ് സെയിം ഡിസൈൻ എല്ലാം തന്നെ, ഫുൾ നേവി ബ്ലൂ. പിന്നെ മേടിച്ചത് അത് നേവി വീട്ടിലിടാൻ പറ്റും. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നർമ്മദയിൽ കോട്ടയത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. വീട്ടിലിടാൻ നമുക്ക് വേറെ ഒരു ഷോപ്പിലും പോയിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു കട എനിക്ക് തോന്നുന്നു ഇല്ലെന്ന് തോന്നുന്നു. നർമ്മദയിൽ പോവാണെങ്കിൽ എല്ലാം കിട്ടും. വീട്ടിലിടാൻ പറ്റിയ പല പല സൈസിലുള്ളതും ഒത്തിരി ഉണ്ട്. എന്താ പറയുന്നത്, നൈറ്റ്. ഇപ്പം നമ്മൾ നൈറ്റി ആണെങ്കിൽ പോലും ഒരുപാട്
മെറ്റീരിയലിൻ്റെ ഇരിപ്പുണ്ട്. കോട്ടണും സിൽക്കായിട്ടുള്ളതും അല്ലാതെ ബട്ടൺ ഉള്ളതും ഓപ്പൺ ആയിട്ടുള്ളതും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് അമ്മയ്ക്ക് ചുരിദാർ സെറ്റ് നമ്മൾ അവിടെ വെച്ച് നോക്കിയെങ്കിൽ ഇങ്ങനെ 1500-നൊക്കെ അടുത്താവും. സ്കൂബി ദേഷ്യപ്പെട്ട് ഇതുവരെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് വരുന്നില്ല. യോക്ക് പോലൊരു ഇവിടെ മാത്രം ഡിസൈൻ തുറന്നു കൊടുക്കട്ടെ. ഞാൻ തുറന്നു കൊടുക്കാം. സ്കൂളിൽ ഡോർ തുറന്നു കൊടുക്കാൻ പോയതാണ്. പിന്നെ ഇതാണ് ഷോൾ വരുന്നത്. ഷോൾ അടിപൊളിയാണ്. അതാണ് ടോപ്പിൽ അത്ര ലൈറ്റ് കളർ വന്നിട്ട്. ഇതാണ് ഷോള് വരുന്നത്. ഷോളും ബോട്ടം ബ്രെഡ്. മെറ്റീരിയലാട്ടോ. മെറ്റീരിയൽ നമ്മൾ സെറ്റായിട്ട് മേടിച്ചേക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് അടുത്ത ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ വരുന്നത് ഒരു റോസ് കളറാണ്. റോസ് കളറും വൈറ്റ് കോമ്പിനേഷൻ വരുന്നൊരു ഷൂ. ഇറങ്ങിപ്പോയായിരുന്നു. ഇത് ഞാൻ നേരത്തെ നിവർത്തി കാണിച്ചായിരുന്നു. ഇത് നല്ല ഭംഗിയാണ്. ഒരു നല്ല ക്യൂട്ട്നെസ് ഉണ്ട് ഈ ഒരു കളറിന്. റോസും വൈറ്റും തയ്പ്പിച്ചു. ഡാർക്കാണ്. ഇത് മേടിച്ചോണ്ട് വരുമ്പോൾ എപ്പോഴും ഉള്ളതാണ്. അങ്ങനെ മോന് വേണ്ട തയ്പ്പിച്ചോണ്ട് വരുന്നത്. ഇതാണ് ഫുൾ ബോഡി. ഇത് ഫുൾ എംബ്രോയിഡറി വർക്കാണ്. ത്രെഡ് വർക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. പാൻറ്റും അത് തന്നെ. പാൻറ്റ് ഫുൾ റോസ് വരുന്നത്. ഷോള് മാത്രമാണ് നല്ല. അതിന് എത്രയാണ് റേറ്റ് വരുന്നത്? 895 കാണാൻ ഇതാ ഭംഗി കേട്ടോ. ശരി, എല്ലാ ലൈനിങ് വരുന്നുണ്ട്. ഫുൾ സെറ്റിന് 590. അതാ ഞാൻ നമുക്ക് പറ്റിയ എല്ലാം അവിടെ കിട്ടും. പല തരത്തിലുള്ളതാണ്. പിന്നെ അടുത്ത ഒരു സെറ്റ് വരുന്നത് അത് പിന്നെ വേണം. ഇതാണ് അടുത്ത ഒരു സെറ്റ്. ഞങ്ങൾ അവിടെ വെച്ച് ഓപ്പൺ ചെയ്തില്ലായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ബോഡി ഫുള്ള് പ്ലെയിൻ ആണ്. പ്ലെയിൻ ഒരു ഓണിയൻ കളർ വരും. ഇവിടെ മാത്രം ഒരു ഡിസൈൻ ത്രെഡ് വർക്ക്. നല്ല കളറാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ്? 1800 അടുത്തുള്ള റേറ്റാണ്. ഇതിൻ്റെ ബോട്ടം ഇതാ ഫുൾ ഒനിയൻ കളർ. ഷോൾ എന്ത് ചെയ്യും? ഷോള് വരുന്ന മാത്രം ഡിഫറെൻറ്റ് കളറാണ്. നിനക്കൊന്നും വാങ്ങിയിട്ടില്ല. ഫുൾ വർക്ക് വരുന്നത്. ത്രെഡ് വർക്ക് വരുന്ന റോസ് കളർ. നല്ല രസമാണ്. അടിപൊളിയായിട്ടോ. പിന്നെ ആരിട്ടാലും പിന്നെ നമ്മൾ വാങ്ങിച്ച കുറച്ച് സ്കേർട്ടാണ്. ഈ നൈറ്റിക്ക് പിന്നെ നമ്മൾ ഈ നൈറ്റിക്ക് ഇടാൻ കുറച്ച് സ്കേർട്ട് വാങ്ങിച്ചു. ജസ്റ്റ് സാധാ നമ്മൾ ഇടുന്ന 200-250 ബ്ലാക്കും ഒരു ബ്ലൂ കളർ ഷെയ്ഡ് വരുന്ന സ്കേർട്ട്. ഇത്രയുള്ള നമ്മുടെ ഷോപ്പിംഗ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം. സ്കൂബി പിണങ്ങി പോയി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് വ്ളോഗ്? 2 വർഷത്തിന് വലിയൊരു ഷോപ്പിംഗ് വ്ളോഗ്. വല്ലതൊന്നും അല്ല, 2 നൈറ്റ് 2 ചുരിദാർ എടുത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ വലിയ ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ ഞാനിവിടെ വരുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങൾ ഇന്ന് ഫുള്ളൊന്ന് പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചത്. അമ്മ സ്കൂബിയെ തപ്പാൻ പോയതാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അടുത്ത വ്ളോഗിലാണ്.